നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ക്യാമ്പസാണിത്. 2 തവണയും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അനുപമ മിസ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. കൂടാതെ ഒരാൾ കൂടിയുണ്ട്. നമസ്കാരം. ഇത് ആഭ മോഹൻ. രണ്ടുപേരും ഇവിടുത്തെ അസിസ്റ്റന്റ് ഡീൻസാണ്. ഒരാൾ കൊമേഴ്സിലും ഒരാൾ കമ്പ്യൂട്ടർ സയൻസിലും. അല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗേറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണിത്. നമ്മളിപ്പോൾ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ക്യാമ്പസിലാണ്. ഇത് ഓണക്കൂർ എന്ന സ്ഥലത്താണ്. പിറവത്തുനിന്ന് 4-5 കിലോമീറ്റർ ദൂരെ മാത്രമാണിത്. എറണാകുളത്തുനിന്ന് ഒരു 40-45 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണിത്. പക്ഷേ തുടങ്ങിയത് ഇവിടെയൊന്നുമല്ല, വെളിയനാട് എന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വാരം റോഡിൽ, കൊച്ചി നഗരമധ്യത്തിൽ വാരം റോഡിൽ മറ്റൊരു ക്യാമ്പസുമുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി സംയോജിപ്പിച്ച് ഒരു 80 ഏക്കർ വലിയ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു ആധ്യാത്മിക ഗുരുവായിരുന്ന ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു വിഷനാണ് ഈ കാണുന്നത്. ചിന്മയ മിഷൻ എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ 2 തവണ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 1 തവണയോ 2 തവണയോ കണ്ടവർക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ പുതുതായിട്ട് കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെല്ലാ ഇൻഫർമേഷനും ഒന്നുകൂടി തരികയാണ്. നമുക്ക് മൊത്തത്തിലൊന്ന് ക്യാമ്പസ് കാണുകയും ചെയ്യാം. അപ്പോൾ 2 പേരും നമ്മളോട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നടന്നു തന്നെ ആകാം. നമ്മുടെ രീതി അതാണല്ലോ, അല്ലേ? അപ്പോൾ നടന്ന് ശീലം ഉണ്ടല്ലോ. നമ്മൾ 2 തവണ നടന്നു, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുഴുവനായിട്ടും പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഒരുമാതിരി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീർന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ആദ്യം നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇല്ലാത്തൊരു ബോർഡാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത്, അല്ലേ? ഇതിലേക്ക് കയറുമ്പോൾ അതിൽ ഇവിടുത്തെ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, കോഴ്സുകളുടെ ഏകദേശ രൂപമൊക്കെ കിട്ടും. അപ്പോൾ അത് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. അപ്പോൾ സ്കൂൾ ഓഫ് എത്തിക്സ്, ഗവേണൻസ്, കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ്. ഈ സ്കൂൾ ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു കണ്ടിട്ടില്ലല്ലോ. ഇത് ഇവിടെ മാത്രമുള്ളതാണോ? നമ്മുടെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണല്ലോ. യൂണിവേഴ്സിറ്റി അണ്ടറിൽ പല സ്കൂളുകളുണ്ട്. അതിൽ ഓരോ സ്കൂളുകളുടെ നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴ്സുകളെ പറ്റി പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് ചേരാൻ വരുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? ഈ പറയുന്ന 7 സ്കൂൾ, എല്ലാ സ്കൂളുകളിലും അതിൻ്റെ അടിയിൽ ഓരോ കോഴ്സുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. BSc B.Ed മാത്സും BA B.Ed ഇംഗ്ലീഷും 2 കോഴ്സുകളാണ് മെയിനായിട്ട് വരുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ആണ്. 4 ഇയർ കോഴ്സാണ്. നമ്മുടെ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അംഗീകാരത്തോടു കൂടി 4 വർഷത്തെ പ്രോഗ്രാമാണ്. അതിൻ്റെ ഭംഗി എന്താ വെച്ചാൽ നമ്മളിപ്പോഴാണ് 4 ഇയറിലേക്ക് എല്ലാവരും ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വളരെ കാലം മുന്നേ തന്നെ അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും അത് 4 വർഷം തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 4 വർഷം പഠിച്ചാലുള്ള പ്രയോജനം എന്താണ്? ഇത് ഇൻ്റഗ്രേറ്റഡ് ആണ്. കാരണം BAയും B.Edഉം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം മാത്സ് ആണെങ്കിൽ BScയും B.Edഉം. അപ്പോൾ ഡുവൽ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കയറാൻ സാധിക്കും. പിന്നെ അടുത്തത് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലിറ്ററസി സ്റ്റഡീസ് ആണ്. ഇതിനകത്ത് സാൻസ്ക്രിത് ലാംഗ്വേജ് ആണ്. അപ്പം BA സാൻസ്കൃതും MA സാൻസ്കൃതും 2 സാൻസ്കൃത് കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ശരിക്കും 2023 ACTയുടെ അംഗീകാരത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അണ്ടറിൽ BTech കോഴ്സുകൾ, BCA വരുന്നുണ്ട്, അതുപോലെ തന്നെ MBA വരുന്നുണ്ട്. ഇത്രയും കോഴ്സുകൾ വരുന്നുണ്ട്. ബാക്കി BBA ഉണ്ട്. ആക്ച്വലി BBAയും ഇത്രയും കോഴ്സസിൻ്റെ. പിന്നെ ഇതിന് ഓരോ ഇപ്പോൾ BTech ആണെങ്കിൽ അതിൽ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും 3 ബ്രാഞ്ചുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പല ബ്രാഞ്ചുകളുണ്ട്. ഇപ്പം AML എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഡേറ്റ സയൻസ് ഉണ്ട്. അങ്ങനെ 4 സ്പെഷ്യലൈസേഷൻസ് കമ്പ്യൂട്ടർ സയൻസിനകത്ത് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഇൻടേക്ക്. പിന്നെ അതുപോലെ തന്നെ BCAയിലും ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 സ്പെഷ്യലൈസേഷൻസ് ഉണ്ടായിരുന്നു. അതും ഏറ്റവും റീസെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എന്താണോ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ആണ്. ആ ഒരു രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ MBAയും BBAയും സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനെ സ്കൂൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അതും വരും. ഇത്രയാണ് അതിൻ്റെ ഇടയിൽ വരുന്നത്. സ്കൂൾ ഓഫ് ഫിലോസഫി, സൈക്കോളജി ആൻഡ് സയൻറ്റിഫിക് ഹെറിറ്റേജ്, അതിൻ്റെ കീഴിൽ മെയിനായിട്ട് വരുന്ന BSc അപ്ലൈഡ് സൈക്കോളജി. അതും നമ്മുടെ NEP പ്രോഗ്രാം, NEP പോളിസി അനുസരിച്ചുള്ള 4 ഇയേഴ്സിൻ്റെ പ്രോഗ്രാം തന്നെയാണ്. പിന്നെ അതുകൂടാതെ PG ഉണ്ട്. അതിൽ MSc ക്ലിനിക്കൽ സൈക്കോളജിയും MSc അപ്ലൈഡ് സൈക്കോളജിയും 2 വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് സോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടാണ് MSc സൈക്കോളജി. പിന്നീട് സ്കൂൾ ഓഫ് കോണ്ടംപററി നോളജ് സിസ്റ്റം, അതിൻ്റെ കീഴിൽ BCom പ്രോഗ്രാമാണ്. ആദ്യം BBAയും ഇതിൻ്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ AICT നോംസ് പ്രകാരം നമ്മൾ അതിലേക്ക് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ BCom നമുക്ക് വരുന്നത് BCom ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ആണ് ഇനി അടുത്ത വർഷം മുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ACCA ആയിട്ട് ACCA UK അവരുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഒരു പ്രോഗ്രാമാണ്. പറഞ്ഞ പോലെ 9 പേപ്പേഴ്സ് എക്സെംഷൻ വരുന്നുണ്ട്. അതാണ് മെയിൻ അട്രാക്ഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച് കഴിഞ്ഞിട്ട് വന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? നടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്ന് സംസാരിച്ചപ്പം MBA കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നമുക്ക് BBA ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷം 2024 MBA സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പം കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെയുള്ള കോഴ്സുകൾ അടുത്ത വർഷം വീണ്ടും വരുന്നു അല്ലേ? അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നമുക്ക് അറിയാവുന്ന പോലെ കുട്ടികളൊക്കെ ഇൻ്റർനാഷണൽ ഒരു ഇതിലേക്ക് പോവുകയാണ്. പലരും കാനഡ UK ഒക്കെ പോകുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ പഠിക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്, കൂടുതൽ ജോലി സാധ്യത ഉള്ളത്. അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഏകദേശം ഒന്ന് പറയാമോ? ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓരോ സ്പെഷ്യലൈസേഷൻസിലും ഉള്ള കോഴ്സുകളെല്ലാം തന്നെ നമുക്കിതുപോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ജോബിനുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പറ്റുന്നതായിട്ടുള്ള കോഴ്സുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എന്താണോ അത് നമുക്ക് ഇൻഡസ്ട്രി ആയിട്ടും ടൈപ്പ് ഉണ്ട്. ഇപ്പം IBM ആയിട്ടുള്ള കോ ബ്രാൻഡഡ് പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ആ ഒരു ഇൻഡസ്ട്രി റെഡിയാക്കി ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം ഇത് ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോബൽ റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. ശരിക്കും ഭാവിയിൽ ഇത് ശരിക്കും കംപ്ലീറ്റ്ലി ഇതിപ്പോൾ phase 1 ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. phase 2 phase 3 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ഇപ്പോഴും ഓൾ ഓവർ ഇന്ത്യയിലെ ഫാക്കൽറ്റീസ് 15+ സ്റ്റേറ്റ്സിലെ ഫാക്കൽറ്റീസ് ആണ്. മിക്കവാറും ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ PhD ഹോൾഡേഴ്സും കൂടാതെ അവർ IITs എന്നുള്ള ഫാക്കൽറ്റീസും ആണ് കൂടുതലും ഉള്ളത് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റുഡൻസും ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. പാൻ ഇന്ത്യയാണ് സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ അത് ഒരു ഇൻ്റർനാഷണൽ അതുപോലെ ഇൻ്റർനാഷണലും സ്റ്റുഡൻസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഗ്ലോബൽ ക്യാമ്പസ് എന്നുള്ള രീതിയിലാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ അതിൻ്റെ പാർട്ട് തന്നെയാണ്. സ്റ്റുഡൻസ് ആയാലും ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് അനുപമിസ് വീണ്ടും നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് റാപ്പിഡ് ഫെയറിലാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ആർട്ടിക് എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. അത് ഇവിടെ നിന്നുള്ള ഒരു സെലക്ഷൻ ആയിരുന്നു. അതെ, ഞങ്ങളുടെ ഇവിടുത്തെ ചിന്മയുടെ പ്രോജക്റ്റ് സെലക്ട് ആയിട്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ NCPOR എന്ന് പറഞ്ഞ ഗോവയിലെ ഒരു നോഡൽ ഏജൻസിയാണ് അത് സെലക്ട് ചെയ്ത് നമുക്ക് ബർത്ത് തരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു ചിന്മയുടെ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് അവിടെ പോയി ഒരു മന്ത് ക്യാരി ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസർച്ച് ഔട്ട്മായിട്ട് വന്നു. പിന്നെ ഈ യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൂടുതലും റിസർച്ച് സെൻ്ററാണ്, റിസർച്ച് ബേസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമ്മൾ വരുന്നത് ഓരോ ഫാക്കൽറ്റീസിനും റിസർച്ച് സെൻറ്റേഴ്സാണ് വരുന്നത്. അതും ഒരു ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെയാണ്. അപ്പം ഓരോ ഫാക്കൽറ്റീസും അവരുടേതായിട്ടുള്ള റിസർച്ച് സെൻറ്റർ നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഫണ്ടഡ് പ്രോജക്ട്സ് വരും. അപ്പോൾ ആ പ്രോജക്ട്സ് തന്നെ കുട്ടികൾക്ക് മിനി പ്രോജക്ട്സ് ആയിട്ട് ചെയ്യാനും അവരുടെ ഫൈനൽ പ്രോജക്ട്സ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കമ്പനികളിൽ പോയി ഇൻറ്റേൺഷിപ്സ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യമുള്ളത് അത് തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ പുതിയൊരു കെമിസ്ട്രി ലാബ് R&D അല്ലേ? എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്? കാരണം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു വലിയ സംഭവമാണ് R&D ലാബ് എന്ന് പറയുന്നത്. എന്താണ് അതിൽ നമുക്ക് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ബയോ മെറ്റീരിയൽസിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ നോളേജ് സിസ്റ്റത്തിൽ നമുക്ക് ട്രഡീഷണലി ഏതെങ്കിലും ഹെർബ്സ് അവൈലബിൾ ആണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഒരു നമുക്ക് IKS റിലേറ്റഡ് ഇപ്പോൾ ഒരു ഫണ്ടഡ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഇപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റിന്നോ അല്ലെങ്കിൽ ഹെർബ്സിന്നോ ഒരു അദസീവ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള റിസർച്ചിന് ഫോക്കസ് കൊടുക്കുന്നതാണ്. അപ്പം ഇവരുടെ കൂടുതൽ ഒരു റിസർച്ച് ഗ്രൂപ്പ് ഉണ്ടാവും. ആ റിസർച്ച് ഗ്രൂപ്പ് ഇതിൽ ഫോക്കസ് ചെയ്ത് അതിൽ കുട്ടികളും ഇൻവോൾവ് ആവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ആർട്ടിക്കിൻ്റെ പാർട്ട് പറഞ്ഞ പോലെ എനിക്കൊരു റിസർച്ച് സെൻറ്റർ വരുന്നത് ഓഷ്യാനിക് AI ലാബ് എന്ന് പറയുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഓഷ്യനിലുള്ള ആപ്ലിക്കേഷൻസ് അതിപ്പോൾ വേൾഡ് വൈഡ് ഒരു പുറത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ ഒരു ലാബ് അവൈലബിൾ ആണ്. ഇവിടെ IIT ജമ്മു കാശ്മീരിലുണ്ട് അങ്ങനെ. അപ്പോൾ അതുപോലെ ഒരു ലാബ്. അപ്പോൾ ഇവിടെ ആ ലാബിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ റോവർ യൂസ് ചെയ്തിട്ട് ഡേറ്റ കളക്ഷൻ വേണ്ടിയിട്ട് പല ഓഷൻസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് കുട്ടികൾക്ക് അതിന്ന് സ്വന്തമായിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ട് അവർക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം അവർക്കൊരു നല്ലൊരു റിസർച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് അവർക്ക് റിസർച്ചിലേക്കും തിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജോബാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിലേക്കും അവർക്ക് പോകാം. രണ്ടിലേതൊക്കെയായാലും ഞങ്ങൾ ഇവരെ റെഡിയാക്കിയിട്ടാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റി വിഷനായിട്ട് പറയാവുന്ന എന്താണ്? ഗ്ലോബൽ മൈൻഡ് ഇന്ത്യൻ ഹാർട്ട്, അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പോലെ ഗ്ലോബൽ
ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ വാല്യൂസ് റൂട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എസെൻസ് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ എക്സ്പോഷർ, ഓരോ കോഴ്സിനും നമ്മൾ ഗ്ലോബൽ എക്സ്പേർട്സിനെ വിളിക്കുന്നുണ്ട്. ബോത്ത് ഇന്ത്യൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ എക്സ്പേർട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത കുട്ടികൾക്ക് അതിൻ്റെ എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളൊരു വാല്യൂ, ആ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് കൂടുതൽ നോക്കുന്നത്. IKS, CKS എന്ന് പറയുമ്പോൾ കോണ്ടംപററി നോളജ് സിസ്റ്റം. അപ്പോൾ അത് റിസർച്ച് വഴിയും പ്രോജക്ട്സ് വഴിയും ഒക്കെ കുട്ടികളിലേക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലാതെ ഇന്ത്യൻ നോളജ് സിസ്റ്റം മാത്രം എന്നുള്ളതല്ല. അതിനെ എങ്ങനെ നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസിലേക്ക് അതിനെ സൊല്യൂഷനായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള റിസർച്ചും പ്രോജക്ട്സും ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവരെ അക്കാഡമിക്കലി മാത്രം അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതല്ല. അവരുടെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അവരെ ആ ഒരു കുട്ടിയെ നല്ലൊരു പൗരനാക്കി ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പം ഈ പറഞ്ഞ പോലെ ക്ലാസ് റൂംസ് എല്ലാം ഫൈനൽ ഇത് തന്നെയായി അല്ലേ? വളരെ മോഡേൺ ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണല്ലോ അല്ലേ, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഈവൻ ക്യാൻറ്റീൻ, അതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് അന്നക്ഷേത്രം എന്നാണ് നമ്മൾ പറയുന്നത്. അന്നക്ഷേത്രം ഗംഭീരായിരുന്നു. അന്നക്ഷേത്രത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാം ആണല്ലേ? അതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇഷ്ടംപോലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ ഇനിയിപ്പം പുതിയ ബില്ല് വന്നപ്പോഴത്തേക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരാൻ പോകാം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഞാനിവിടെ പഠിക്കണം എന്നൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? USPകൾ എന്തൊക്കെ പറയാൻ പറ്റും? ചിന്മയ മിഷൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ കണക്ഷൻസ് ഉണ്ട് ചിന്മയ മിഷൻ്റെ തന്നെ. അപ്പം നമ്മൾ ആ ഗ്ലോബൽ കണക്ഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് MBA ഇവിടെ കഴിഞ്ഞ വർഷം MBA തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അവരിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ലണ്ടൻ ബിസിനസ് സ്കൂളിലെ പ്രൊഫസറാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച വിസിറ്റ് ഉണ്ടായിരുന്നു, എക്സ്പെർട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം ഇവിടെ 2 ദിവസം താമസിച്ച് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ കരിക്കുലം തന്നെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കാര്യം ഞങ്ങൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങൾക്ക് കണക്ഷൻസ് ആണ്. നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നമ്മൾ കൊണ്ടുവരാമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ കുട്ടികളെ ഇവിടുത്തെ ഏറ്റവും നല്ല നമുക്ക് കിട്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ എക്സ്പോഷറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന ലോകത്തിലെ എല്ലാ പ്രൊഫസേഴ്സിനെയും, അത് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് അവരെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് സ്ട്രീമിലും നമ്മളത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. കാര്യം സൈക്കോളജിയിൽ നമുക്ക് ഓക്സ്ഫോർഡിലെ പ്രൊഫസറാണുള്ളത്, ലോക പ്രശസ്തമായിട്ടുള്ള അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇവിടെ താമസിച്ച് ഫുൾ ടൈം അവൈലബിൾ ആയിട്ട് നമുക്ക് വാര്യം റോഡിലെ സൈക്കോളജി സ്റ്റുഡൻസിനെ പഠിക്കും. അതൊക്കെ ഏറ്റവും വേറെങ്ങും നമുക്കത് കിട്ടത്തില്ല. കാര്യം അങ്ങനെ ഒരു ഡിവോഷനോട് ആ ഒരു മൈൻഡോട് കൂടി ഓക്സ്ഫോർഡിൽ ഇത്രയും ഫേമസ്, വേൾഡിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള പ്രൊഫസറാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മളിത് സ്ഥലം കേൾക്കുമ്പോൾ പിറവം എന്ന് കേൾക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ നമുക്ക് തോന്നുന്നത് വളരെ ദൂരെയാണല്ലോ. പക്ഷേ ഇപ്പോൾ റോഡ്സ് എല്ലാം വളരെ ഗംഭീരമായപ്പോൾ 40 മിനിറ്റേ അടുത്തുള്ളൂ രാവിലെ എനിക്ക് ഇവിടെ എത്താൻ, വളരെ അടുത്ത്. ഇവരൊക്കെ എറണാകുളത്ത് നിന്ന് ഡെയിലി വന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോളേജ് ബസ് ഫെസിലിറ്റി ഈ എറണാകുളം സിറ്റിയിലേക്കെല്ലാം ഉണ്ട്. എറണാകുളം സിറ്റി പിന്നെ സിറ്റി ക്യാമ്പസും ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും കുട്ടികൾക്ക് പഠിക്കാമല്ലോ. വാര്യം റോഡിൽ വാര്യം റോഡിൽ ഇപ്പോഴും കോഴ്സുകൾ നടക്കുന്നുണ്ട്. ശരിക്കും അബാജി വാര്യം റോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് BCom ACC ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്, പിന്നെ BBA ഉണ്ട്, സൈക്കോളജി BSc അപ്ലൈഡ് സൈക്കോളജി, MSc ക്ലിനിക്കൽ സൈക്കോളജി, MSc അപ്ലൈഡ് സൈക്കോളജി, ഇത്രയും കോഴ്സുകളാണ് നമ്മൾ അവിടെ. അതൊക്കെ ഇവിടെയും ഉണ്ടോ? അതോ അതിവിടെയുണ്ട്. PG നമ്മളിവിടെ തുടങ്ങിയിട്ടില്ല, പക്ഷേ UG പ്രോഗ്രാംസ് എല്ലാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അവിടെ പഠിക്കണമെങ്കിൽ. അവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും എന്താ റെസിഡൻഷ്യലാണ് സോർട്ട് ചെയ്യുന്നത്, കാരണം നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ. വാര്യം റോഡ് ഡേ സ്കോളേഴ്സ് ആണ് കൂടുതലും, കാരണം സിറ്റിയോട് അടുത്തായതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ട സമയമാണോ? പുതിയ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമാണോ? അതെ, അഡ്മിഷൻ്റെ ടൈമാണ്. ഇതിപ്പോൾ എല്ലായിടും നമുക്ക് ജൂലൈയിൽ, നമുക്ക് പുതിയ കോഴ്സ് തുടങ്ങുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ഈ ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഡ്മിഷൻ്റെ ടൈമാണ്. നമ്മളുടെ ഓൺ എൻട്രൻസ് നടത്തിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് കുട്ടികളെ, അപ്പോൾ ഒരു ഓൺലൈൻ എൻട്രൻസ് ഉണ്ട്, CVയുടെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്, അത് എഴുതണം. അതുകൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അവരൊന്ന് ഞങ്ങളും ആ കുട്ടികളും തമ്മിൽ ഒരു ഹാഫ് ആൻ അവറോളം സംസാരിച്ച് നമ്മൾക്കും ആ കുട്ടികൾ ഓക്കെയാണ്, കുട്ടികൾക്ക് നമ്മളും ഓക്കെ ആണെന്നുള്ളൊരു കുട്ടിക്കും അത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. കാര്യം നമുക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു പൂളിനെ, നല്ലൊരു കൾച്ചർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്രയും സ്ട്രീം ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷനിലേക്ക് പോകാൻ.
അപ്പോൾ നമ്മളിനി ഏറ്റവും മുകളിൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിരുന്ന ഹോസ്റ്റലിലെ ഭാഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കാരണം വെച്ചാൽ അവിടെ നോക്കിയാൽ 360 ഡിഗ്രി വ്യൂ ഓഫ് മൗണ്ടൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയെടുത്ത് സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ സിറ്റിയിലൊക്കെ ജീവിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സിറ്റിയായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കൂടാതെ ഭയങ്കര ഗ്രീനറി നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം. കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വേണമെന്ന് അറിഞ്ഞൂടാ. വേണോ? എങ്ങനെയാണ് കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? കൂടുതലും ഇങ്ങോട്ട് ഇത് തന്നെ കണ്ടുവരുന്ന കുട്ടികളുണ്ട്. ഇത് സിറ്റി നമ്മളിത് പറഞ്ഞ പോലെ സിറ്റി ലൈഫിലും അടുത്തിട്ട് തന്നെ കുട്ടികൾ വരുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. അതുപോലെ ഫുഡ്, ഹോസ്റ്റൽ ഫുഡ് എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ അല്ലേ? പക്ഷേ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഇവിടുത്തേത് അതുപോലെ മോഡേൺ ഫെസിലിറ്റീസും അത്ര എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ പോലെ അന്നമ്മ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡൊന്നും അല്ല, നമ്മുടെയൊക്കെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പോലെ അല്ല. വലിയ ഏറ്റവും അല്ലേ എന്താ പറയുക മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. എന്തായാലും ഈ ഒരു വോക്ക് വേ എന്ന് പറയുന്നത് തന്നെ ഒരു ഗംഭീര സംഭവമാണ്. കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടെ നടക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ 2 ക്യാമ്പസിലുമായിട്ട് ഇപ്പോൾ വാര്യൻ റോഡിൽ ഇവിടെയായിട്ട് 1700-ലധികം കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഒരു ഫുൾ ഫ്ലെജ്ഡ് ആകുമ്പോഴത്തേക്ക് എത്ര പേരെയൊക്കെ കുട്ടികളെ പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മളൊരു നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ഒരു 3000+, പിന്നെ അതിനൊരു 5K ആ ഒരു റേഞ്ചിൽ ഒരു വിത്തിൻ 3-4 ഇയേഴ്സിൽ ഒരു 5K 3 ഇയേഴ്സിൽ അഫ്കോഴ്സ് 5K റേഞ്ചിൽ വരും. 5000-ന് മേലെ. അപ്പോൾ ഇത്രയധികം ഫെസിലിറ്റി, ഇത്രയധികം കോഴ്സുകളും ഇത്രയധികം സ്റ്റാഫൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആശങ്ക പിന്നെ ഫീസൊക്കെ വളരെ കൂടുതലാണെന്നാണ്. അങ്ങനെയുണ്ടോ ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫീസ് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസും അതുപോലുള്ള ഗ്ലോബൽ എക്സ്പോഷറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൂടുതലല്ല. ശരിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണമെങ്കിലുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ആണല്ലോ. പക്ഷേ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ 80-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ചിന്മയ മിഷന്, അതും 50 വർഷമായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ആദ്യം കണ്ട മെയിൻ അക്കാഡമിക് ബ്ലോക്കാണിത് അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെല്ലാറം അക്കാഡമിക് ബ്ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്നു. ഈ മുകളിലാണ് നമ്മൾ ഹോസ്റ്റലുകളൊക്കെ കഴിഞ്ഞ തവണ കണ്ടത്. അപ്പം പുതിയ ഹോസ്റ്റലിന്റെ പണി നടക്കുന്നത് അവിടെ തന്നെയാണോ? ഏറ്റവും മുകളിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും താഴെയായിട്ടാണ്. അതുപോലെ നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ക്വാർട്ടേഴ്സുകളൊക്കെ അവിടെ തന്നെയല്ലേ? അതെ, ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ് ഒക്കെ അവിടെ തന്നെ. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റേറ്റ്സിൽ നിന്ന് ഫാക്കൽറ്റീസ് ഉണ്ട്. ആരാണ് നമ്മുടെ ചിന്മയ വിശ്വവിദ്യാപീഠത്തിന്റെ ചാൻസലർ, വൈസ് ചാൻസലർ? അത് രണ്ടും ഒന്നാണോ? ചാൻസലർ, വൈസ് ചാൻസലർ? ചാൻസലറാണ്. നമ്മുടെ ഫൗണ്ടിങ് ചാൻസലർ എന്ന് പറയുന്നത് പൂജ്യ സ്വാമിജി തേജോമയാനന്ദജിയാണ്. ഇപ്പോഴത്തെ ചാൻസലർ പൂജ്യ സ്വാമിജി സ്വരൂപാനന്ദജിയാണ്. അത് കഴിഞ്ഞിട്ടാണ് വൈസ് ചാൻസലർ എന്നുള്ള പോസ്റ്റിൽ. വൈസ് ചാൻസലർ നമ്മുടെ പ്രൊഫസർ അജയ് കപൂർജിയാണ്. അജയ് കപൂർജി സിൻബൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഓസ്ട്രേലിയയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഫേമസ് സയൻറ്റിസ്റ്റുള്ള ഒരാളാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. റിസർച്ച് ഫീൽഡിൽ അങ്ങേയറ്റമുള്ള ഒരാളാണ്. പിന്നെ വൈസ് ചാൻസലർ കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ അശോകൻ സാറാണ്. അശോകൻ സാർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊവീസി ആയിരുന്നു അശോക് സാർ. പിന്നെ അതിൻ്റെ താഴെ ഡീനുകളായിരുന്നു. 2 ഡീൻ ഓഫ് അക്കാഡമിക്സും ഡീൻ ഓഫ് സ്റ്റുഡൻറ് അഫയേഴ്സുമാണ്. അതിൽ ഡീൻ ഓഫ് അക്കാഡമിക്സ് അശോകൻജി തന്നെ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. പിന്നെ ഡീൻ ഓഫ് സ്റ്റുഡൻറ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ സുനിത ഗ്രന്ഥി മാമാണ്. മാം ഒരു ഇന്റർനാഷണൽ വെരി ഫേമസ് സയൻറ്റിസ്റ്റാണ്, കെമിസ്റ്റാണ്. ഒരുപാട് നാൾ US-ലും ജർമ്മനിയിലെല്ലാം വർക്ക് ചെയ്തതാണ്. ഇവിടെയുള്ള ഒരുപാട് ടോപ്പിലിരിക്കുന്ന എല്ലാവരും ഈ ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ളവരാണ്, അത് പുറത്ത് ജീവിച്ചിട്ടുള്ളവരും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു യൂണിവേഴ്സിറ്റി, ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പേർട്സുമാണ് ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്ത് കുട്ടികളെ പോകുന്നതിന് പകരം അതൊരു നമുക്ക് ഇവിടെ തന്നെ അത്രയും ക്വാളിറ്റി ഒരു എഡ്യൂക്കേഷൻ പുറത്തുള്ള അതേ സ്റ്റാൻഡേർഡിൽ കൊടുക്കാൻ പറ്റുമ്പോൾ അതാണ് ഞങ്ങളുടെ ശരിക്കും വിഷയം. പിന്നെ വരുന്നത് ഓരോ സ്കൂളിലും ഞാൻ ഈ പറഞ്ഞ 7 സ്കൂളുകളായിട്ടാണുള്ളത്. ഓരോ സ്കൂളിലും അതിൻ്റെ ഹെഡ്, ആ ഹെഡിൻ്റെ അണ്ടറിൽ ഫാക്കൽറ്റീസ് ഉണ്ടാവും. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അങ്ങനെയുള്ള. പിന്നെ ലാബുകൾ, ലാബിൻ്റെ സ്റ്റാഫുകൾ, പിന്നെ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്റ്റാഫുകൾ. അപ്പോൾ നമ്മൾ ഈ പിൻഭാഗത്ത് കാണുന്നത് ഗേൾസ് ഹോസ്റ്റലും അല്ലേ, ഓപ്പോസിറ്റ് കാണുന്നത് ബോയ്സിൻ്റെ. നമ്മൾ അവിടെ കഴിഞ്ഞ തവണ നിന്ന് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും ഈ ഭാഗമാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. കാരണം ഇവിടുന്നാണ് നമ്മൾ 360 ഡിഗ്രി വ്യൂ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഹോസ്റ്റലൊക്കെ ഉണ്ടെങ്കിലും വളരെ കാമാണ്. ഇപ്പോൾ രാവിലെ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു അല്ലേ? അതുപോലെ ഞാനിപ്പോൾ ഈ കണ്ടതിൽ അധികം മലയാളി കുട്ടികളൊക്കെ കൂടുതലും മറ്റ് അതർ സ്റ്റേറ്റ് കുട്ടികളൊക്കെയാണ് അല്ലേ? ഇപ്പോൾ എവിടെയാണ് പ്രധാനമായിട്ടും നമ്മൾ എവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ എവിടെ ഉള്ളത്? ഇതിപ്പോൾ കേരളം കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയിലെ കുട്ടികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ലക്നൗ നിന്നുണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അതെ, ഈ വർഷം നമ്മൾ കൂടുതലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, കാരണം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ എപ്പോഴും വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ കേട്ടിരിക്കുന്ന കോഴ്സുകളിൽ ഇപ്പോൾ AI ഒക്കെ അല്ലേ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും സാധ്യതയുള്ള അത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റി ഒന്നുകൂടെ പറയാം, എന്തൊക്കെയാണ് അത് ഉള്ളതെന്നുള്ളത്? ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം 4 years കഴിയുമ്പോഴത്തേക്കും മേ ബി ഒരു 10 yearsലേക്ക് അതങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അത് ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ BTechൻ്റെയും BCAയുടെയും BBയുടെയും സിലബസ് അല്ലെങ്കിൽ കരിക്കുലം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്നത് നമ്മൾക്ക് ഈ കുട്ടികൾ ഒരു BTech ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരതിനകത്ത് കുറച്ച് കോർ സബ്ജക്ട്സ്, എന്തായാലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ സബ്ജക്റ്റ് എല്ലാ സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ചസിലും ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് മിനി പ്രോജക്റ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഇന്റേൺഷിപ്സ് വരുന്നുണ്ട്, മെയിൻ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ 3 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് BTech ആണെങ്കിലും. അപ്പോൾ അത് ഹാൻഡ്സ് ഓൺ കുട്ടികൾ ആ സ്വന്തമായിട്ട് ആ ഒരു ഏരിയയിൽ, ഇപ്പോൾ AI സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്ന കുട്ടി ആ ഒരു ഏരിയയിൽ ഒരു സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്തു വരുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു എക്സ്പോഷർ വരും. അത് റിസർച്ച് ഓറിയൻറ്റഡ് പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ അതവർക്ക് ഇൻഡസ്ട്രിയിൽ പോയി ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ചെയ്താലും അത് അവരുടെ മെയിൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ അതൊരു തീസിസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവർക്ക്. അതാണ് ഏറ്റവും ഒരു വലിയ അഡ്വാൻറ്റേജ്. കാര്യം ഇവർക്ക് എന്തായാലും അൾട്ടിമേറ്റ്ലി ആ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻറ്റേൺഷിപ്പ്, ഒരു ലോങ് ടൈം ഒരു 6 months ഇൻറ്റേൺഷിപ്പ് 3 to 6 months ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ ഈ മിനി പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും ഈ ഒരു ഏരിയയിൽ തന്നെ അവർ ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അവർ ആ ഒരു ഏരിയയുടെ ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടുന്നത്. പിന്നെ അതിന് വേണ്ട ഏറ്റവും ഇപ്പം ജെനയുടെ കോഴ്സുകളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണോ അത് നമ്മൾ പിക്ക് ചെയ്ത് ആ സിലബസിൽ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ട് ACTയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട് നമുക്ക്. ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെ പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മളിതിനകത്ത് ആഡ് ഓൺ ചെയ്യും. നമുക്ക് BCom, BBA, BSc അപ്ലൈഡ് സൈക്കോളജി ഇവർക്കൊക്കെയും AI കോഴ്സിൻ്റെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നും പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ ഈവൻ സംസ്കൃതം കുട്ടികളും ഒക്കെ ഇൻട്രൊഡക്ഷൻ ടു AI എന്നുള്ളൊരു കോഴ്സ് എടുത്ത് അവർക്ക് അതിൽ അഡ്വാൻസ് കോഴ്സ് എടുക്കണമെങ്കിലും മൾട്ടി ഡിസിപ്ലിനറി ആ ഒരു സ്ട്രീമിൽ നമുക്ക് ഈ ഇന്റർ ഡിസിപ്ലിനറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡിങ് ആണ്. കാര്യം നമ്മുടെ ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രീം ആയിരുന്നെങ്കിൽ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും മറ്റ് സ്ട്രീമുകളായിട്ട് അത് കമ്പൈൻ ചെയ്യുക. ഈവൻ സാൻസ്കൃത കുട്ടികൾ അപ്പം ഈ AI കുട്ടികളും തമ്മിലായിരിക്കും ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോജക്ട്സ് നല്ല രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പുതിയ വിഴിഞ്ഞം പുതിയ പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യാനൊക്കെ വലിയ സാധ്യതയില്ല. അത് നമുക്ക് ഇവിടെ കോഴ്സുകളുണ്ടോ? BBAക്ക് ഒരു മെയിൻ സ്പെഷ്യലൈസേഷൻ വരുന്നത് ഏതാണ് പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സപ്ലൈ മാനേജ്മെന്റ് ആണ്. പിന്നെ MBAക്കും ആ ഒരു സ്പെഷ്യലൈസേഷൻ നമ്മൾ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ ബിസിനസ് അനലിറ്റിക്സ് അതും ഒരു വലിയ ബൂം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട് നമുക്ക് BBAക്ക്. സൈബർ സെക്യൂരിറ്റി ഉണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ BCA ഉണ്ട്, BTech ഉണ്ട്. BTechന് ഒരു ബ്രാഞ്ച് 60 കുട്ടികൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസേഷനാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് AI പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വെച്ചാൽ ഇപ്പം നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് കോളേജിൻ്റെ ഒക്കെ വീഡിയോ ചെയ്താലും അവസാനം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളിവിടെയുള്ള കുട്ടികളുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ എന്താണ് അത്തരത്തിൽ പറയാവുന്നത്? പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻറ്റേൺഷിപ്സ് ആൻഡ് ട്രെയിനിങ്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന വേറൊരു ഏരിയയാണ്. കാര്യം നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇൻഹൗസ് ട്രെയിനിങ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു നമ്മുടെ കരിക്കുലത്തിനോടൊപ്പം തന്നെ ഈ പ്ലേസ്മെൻറ്റേയും കൂടെ സിലബസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കും. കാര്യം അവർക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, സോഫ്റ്റ് സ്കിൽസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ കരിക്കുലത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ ഇൻഹൗസ് ഫാക്കൽറ്റി വെച്ച് അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ ഈ ഇൻഡസ്ട്രി ടൈപ്പ് നമ്മൾ മാക്സിമം നോക്കുക, എക്സ്പോഷർ കൊടുക്കുക, ഇൻഡസ്ട്രി വിസിറ്റ്സ് നമ്മൾ ഒരുപാട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവർ പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനുള്ള ഓറിയൻറ്റേഷൻ വേണം. നമുക്കിപ്പോൾ ഉള്ളത് BCom ഇൻ്റഗ്രേറ്റഡ് വിത്ത് ACC, അത് പ്ലേസ്മെൻറ്റ് മുൻനിർത്തി കൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ACCA കുട്ടികൾക്ക് ശരിക്കും 13 പേപ്പേഴ്സാണ് എഴുതേണ്ടത്. അതിൽ 9 പേപ്പർ എക്സെംഷൻ നമ്മുടെ BCom കഴിയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ബാക്കി 4 പേപ്പേഴ്സ് അവർ എഴുതിയെടുത്താൽ മതി. അപ്പം ഒരു 21 years ആകുമ്പോഴാണല്ലോ നമ്മുടെ ഡിഗ്രി കഴിയുക. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കരിക്കുലത്തിൽ അത് എംബഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് BCom കഴിയുന്നതിനോടൊപ്പം ഒരു ഡിഗ്രി കിട്ടുകയും കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ആ ഒരു 4 പേപ്പർ BCom 3 yearsനുള്ളിൽ തന്നെ എഴുതിയെടുക്കാനും സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, യുകെയിലെ CA ആണ്. അപ്പോൾ അതിന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് ഇന്ത്യയിലും എബ്രോഡും അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. CA എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രം ലിമിറ്റഡ് ആകാണ് ജോബ് ഓപ്പർച്യൂണിറ്റി. ഇത് എല്ലാ കൺട്രീസിലും ഇത് അക്സെപ്റ്റഡ് ആണ് ഈ ഒരു ഡിഗ്രി, ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 21 yearsൽ തന്നെ നമ്മുടെ കുട്ടികൾ EYയിൽ പ്ലേസ്ഡ് ആകുന്നു.
Here at Chinmaya Vishwa Vidyapith, we are focusing more on placement activities. We start our activities right from first year, where we are engaging our student in communication skills, followed by some problems related to aptitude skill sets. In second year, we help them to build up their resume, how to write the resume, how to present it, how to build up their social profiles on platform like LinkedIn. In third year itself, we start with some group discussions and some dummy interviews. And final year, our student is a final product and is ready to go for placements to attend various interviews, where he's getting multiple opportunities, and from those opportunities we are highlighting what are the mistakes which he's doing in his interviews, and we try to rectify them, overcome them by arranging some more sessions for that individual students. Along with placements, we are also focusing on developing an entrepreneurs. So for that, we have a separate entrepreneur cell which is helping the students to register their startups and get various funds which are coming from different government sectors, as well as some of the industries which are sponsoring them. So right now, talking about Chinmaya Vishwa Vidyapith, we are providing an ample opportunity for the students, not only in terms of placement, but also for making them as an entrepreneur who will be acting as a job giver. Along with that, we are promoting students to pursue their higher education in abroad as well. So for that also, we are inviting many international universities to come up and share their different scholarship with our students, which provides them an opportunity even to study abroad. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കാരണം നമ്മൾ 2 തവണ ചെയ്ത വീഡിയോ ആണ്. കൂടുതലൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അങ്ങനെ വേണം അഡ്മിഷനിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് അഡീഷണൽ ആയിട്ട് പറയാവുന്ന എന്തൊക്കെയുണ്ട് ഇവിടെ? നമ്മൾ സ്റ്റുഡൻസിനെ ശരിക്കും ഒരുപാട് ഇപ്പം എഞ്ചിനീയറിംഗിലാണെങ്കിലും നമുക്ക് IEEE ഉണ്ട്, IEDC ഉണ്ട്. അപ്പോൾ ഇൻക്യുബേഷൻ സൈഡിൽ നമ്മൾ ഇൻഡസ്ട്രി, നമ്മൾ ഒരു കാര്യം, നമ്മളൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു ക്യാമ്പസാണ്. അപ്പം ഇപ്പോൾ IIT മദ്രാസിലൊക്കെ ഉള്ളതുപോലെ തന്നെ റിസർച്ച് പാർക്ക്, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ബിൽഡിംഗ് തന്നെ ഇൻക്യുബേഷൻ സെൻറ്ററും, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിന് ഒരു പ്രീ ഇൻക്യുബേഷൻ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ഇൻക്യുബേഷൻ സെൻറ്റർ ആക്കി മാറ്റി ഇൻഡസ്ട്രി ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനുണ്ട് നമുക്ക്. അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് കുട്ടികൾക്ക് IEDCയിലും IIC എന്ന് പറഞ്ഞിട്ട് ഒരു ACTയുടെ തന്നെ ഈ ഇൻക്യുബേഷൻ റിലേറ്റഡ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ആക്റ്റീവായിട്ട് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരുപാട് ഈവൻറ്റ്സ് കുട്ടികൾ തന്നെ നമ്മൾക്ക് ഹെൽപ്പുണ്ട് ഫസ്റ്റ് ഇതായതുകൊണ്ട്. എന്നാലും കുട്ടികൾ അവരായിട്ട് തന്നെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ സ്കില്ല് മാത്രമല്ല, അതിൽ ഇപ്പം നമുക്ക് ഈവൻ റിപ്പോർട്ട്സുകളും കാര്യങ്ങളും എല്ലാം അത് കുട്ടികൾ തന്നെയാണ് എഴുതുന്നത്. അത് ഭാവിയിലേക്ക് അവർക്ക് അതൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും. അവർക്ക് അവർ തന്നെ ജോബ് എന്നുള്ളതിനെക്കാട്ടിലും അവർ തന്നെ ഒരു ജോബ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറും. അതെ, അവർക്ക് നമ്മൾ ഓരോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ റെസ്പോൺസിബിലിറ്റി അത് അവരാണ്. അവർ ലിങ്ക്ഡിനിലും മറ്റും അവരത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അഭിമാനത്തോടെ അത് ചെയ്യുന്നത്. എന്നിട്ട് അവർ ആ ഒരു ഡ്യൂട്ടീസ് അവർക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർ ഓരോരുത്തരും ചെയ്യാൻ നോക്കും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ടീമുണ്ട്, അവരും അത് ആ കാര്യങ്ങൾ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വരെ അവർ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഈവൻറ്റ്സ് ചെയ്യുമ്പോൾ ഓരോ സെമസ്റ്ററിലും നമ്മൾ ഇവർക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട്, ഇപ്പോൾ കോഡിംഗ് ആണെങ്കിലും കോഡിംഗ് ക്ലബ്ബുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് പ്രോഗ്രാമിംഗ്, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് തന്നെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബൂട്ട് ക്യാമ്പ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമിൽ കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന കുട്ടികൾ അത് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ IBMൻ്റെ കോ ബ്രാൻഡഡ് പ്രോഗ്രാം ആണെങ്കിലും അവർ ലാബിൽ ആണ് ചെയ്യുന്നത്. അപ്പം ഒരു ക്ലാസ് റൂമിലല്ല നമ്മൾ പോയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ലാബിനകത്ത് കുട്ടികൾ ഹാൻഡ്സ് ഓൺ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതെല്ലാം കരിയർ ഓറിയന്റഡ് കാര്യങ്ങൾ. അതുകൂടാതെ തന്നെ അവർക്കൊരു ക്രിയേറ്റീവ് മൈൻഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ക്ലബ്സുകളുണ്ട്. അതിൽ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ കുട്ടികളെ പിറവം ബസ് സ്റ്റാൻഡ് ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് അവർ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ലൊരു വളരെ ഭംഗിയുള്ളൊരു ബസ് സ്റ്റാൻഡ് ആക്കി അവർ മാറ്റി. അതുപോലുള്ള പ്രോഗ്രാംസ് നമ്മുടെ കുട്ടികൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കൂടുതൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിയുള്ള പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്.
പിന്നെ യൂഷ്വൽ നമ്മുടെ ഡാൻസ് ക്ലബ്, അതുപോലെ മ്യൂസിക് ബാൻഡ്, ക്രിയേറ്റീവ് സൈഡും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IEEE ആണെങ്കിലും അത് യൂണിവേഴ്സിറ്റിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റി സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ലാസ്റ്റിൽ സിംഗപ്പൂർ ഞങ്ങളൊരു അണ്ടർ വാട്ടർ റോബോട്ടിക്സിൻ്റെ കോമ്പറ്റീഷന് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പം ഓൾ ഓവർ വേൾഡിൽ ഒരു 14th പ്ലേസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് കൊണ്ടുപോവേണ്ട ആ ഒരു റോവർ AUV എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഹൗസ് ലാബിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കുട്ടികൾക്കൊരു വല്ലാത്ത എക്സ്പോഷറാണ്. അപ്പം ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും കാണാത്തതെന്താണെന്ന് വിചാരിക്കരുത്, കാരണം ഇവിടെ സമയമൊന്നും ആയില്ല, 8:30 ആയതേ ഉള്ളൂ. 9 മണിക്കാണ് ക്ലാസ് അല്ലേ? 9 മണിക്കാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്, അവിടെയൊക്കെയായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ബിൽഡിംഗ് ഒന്നും ഇവിടുത്തെ കോളേജുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ ഒന്നും കാണില്ല. അത്രയും വലിയ ബിൽഡിങ്സും അത്രയും ഗംഭീരമായ സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ പോലെ പറഞ്ഞു കേൾക്കുന്നതിൽ കൂടുതലാണ് നിങ്ങൾ വന്ന് കാണുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വന്ന് കണ്ടു തന്നെ തീരുമാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.